ഇന്നത്തെ കുറച്ച് നീണ്ട യാത്രയാണേ. എന്നത്തെയും പോലെ ഊബർ ഓട്ടോയിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇന്ന് വീട്ടിൽ പോവുകയാണ്, കണ്ണൂർക്ക്. ബോബുവിൻ്റെ സ്കൂൾ അടച്ചു. ഞങ്ങൾ 4 പേരും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിനു മുൻപുള്ള യാത്രയിൽ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് പണി കിട്ടിയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം 1 മണിക്കൂർ മുമ്പേ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ കാര്യമായ ട്രാഫിക് ബ്ലോക്കുകളൊന്നും പോയ വഴി നേരിടേണ്ടി വന്നില്ല. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഗൂഗിൾ പേ ചെയ്യാൻ നേരത്ത് ബാങ്കിങ്ങിന് എന്തോ പ്രശ്നം. പിന്നെ ചേട്ടൻ്റെ നമ്പറും വാങ്ങി നിർബന്ധിച്ച് ഞങ്ങളുടെ നമ്പർ ചേട്ടനും കൊടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി. ഓവർ ബ്രിഡ്ജിലേക്ക് കയറാൻ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ നിന്ന് മേഡം മേഡം എന്നുള്ള വിളി കേട്ടത്. ഇവിടെ ആരാണപ്പോൾ എന്നെ മേഡം എന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പം ഓട്ടോയിൽ വന്ന ചേട്ടൻ. ഞാനോർത്ത് ഇനി കാശ് കൊടുക്കാത്തതുകൊണ്ട് കാശ് മേടിക്കാൻ പുറകെ വരുന്നതാണോ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു വെള്ളക്കുപ്പി ബാഗിൽ നിന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു. പാവം പുള്ളിക്കാരൻ അതും എടുത്ത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പെട്ടെന്ന് ഞാൻ ഷോക്കായിപ്പോയി. ആ ഒരു കുപ്പിയും കൊണ്ട് ഞങ്ങളുടെ പുറകെ ഓടി ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് വരെ ആ ചേട്ടൻ എത്തി. ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പെട്ടെന്ന് പറ്റിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ, ഇങ്ങനത്തെയും ജനങ്ങൾ നമ്മളുടെ ഇടയിലുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടതായതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് പുറപ്പെട്ടു. ബോബുവിന് ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി. സെക്കൻഡ് AC-യിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ യാത്രയിൽ ഏറ്റവും ബോബു ഇഷ്ടപ്പെടുന്നത് ആഹാരം കഴിക്കാനാണ്. ഇതിവിടുന്ന് പോകുമ്പോഴേ പാക്ക് ചെയ്യുമ്പം അത് വേണം ഇത് വെക്കണം എന്ന് പറയും. ഇലപ്പൊതി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രിയാകാൻ വേണ്ടി അവൻ കാത്തിരിക്കും. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കവർ പൊട്ടിക്കണം, ഷീറ്റ് പുറത്തെടുക്കണം, പില്ലോ വെക്കണം. ഇതൊക്കെയാണ് ബോബുവിൻ്റെ പരിപാടികൾ. 3:30 കണ്ണൂർ എത്തേണ്ട ട്രെയിൻ 4:30 എത്തി കേട്ടോ. അതൊരു വിധത്തിൽ ഭാഗ്യമായിരുന്നു. എന്നിട്ടും പിന്നെ ബസ് കിട്ടാൻ വേണ്ടി 5:30 വരെ കണ്ണൂരിൽ നിൽക്കേണ്ട വന്നു. അങ്ങനെ ഒരു 6:45 ആയപ്പോഴത്തേക്കും വീട് പിടിച്ചു.